ജയറാമിൻ്റെ സ്വഭാവമൊക്കെ നമുക്കറിയാം. അതിവിനയവും കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള എനിക്ക് വ്യക്തമായിട്ട് ഫേക്കായിട്ടുള്ള ആളാണ്. ജയറാമിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആക്ടേഴ്സ് ഇങ്ങനെ ഫേക്കായിട്ട് മാറുന്നത്? അതിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നൊരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. ആളുകൾക്ക് ഇഷ്ടമായത് എൻ്റെ വർക്കാണ്. കയ്യടി കണ്ടില്ലേ? കയ്യടി അവൻ തന്നെ കൊണ്ടുപോയില്ലേ? അവനെ നന്നായിട്ട് സംസാരിക്കാറ്, തമാശ പറയാനറിയും. മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈ തരാത്തവെന്ന തമാശയിലൂടെ അവൻ അണ്ടർഡോഗും താൻ അഹങ്കാരിയായി മാറി. തമാശ പറയാനറിയുന്നവർക്ക് അതിലും വലിയ വേറെ ആയുധമില്ല. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് പൃഥ്വിരാജ്. If a Vijay film releases in Kerala, it opens like a superstar Malayalam film. You all know that. So there is something right about how Vijay is doing his films, which is why it works like that, no? So yeah, that also you shouldn't forget. I get this a lot when I go for a lot of interviews. Sir, Malayalam films ella appadi nanga ella ipdi. No, we are going through a good phase content wise, but there is a lot that we also can learn from you. വളരെ തുറന്ന് സംസാരിക്കാം. വളരെ മോശമായിട്ടുള്ള ഈസ്തെറ്റിക്സും ഒരു തരത്തിലും നമുക്കൊരു നല്ല കഥയെന്നോ നല്ല സിനിമയെന്നോ തോന്നിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്ത തരം സിനിമകൾ 4 കോടി രൂപയ്ക്കും 3.25 കോടി രൂപയ്ക്കുമൊക്കെ ഒരു വിതരണക്കാരൻ ഇവിടെ എടുക്കാൻ ധൈര്യം വരുന്നത് നമ്മളാണ് ആ ധൈര്യം കൊടുക്കുന്നത്. ആ സിനിമ കുറെ പാട്ടും ഡാൻസും ഉണ്ടായാൽ മതി, നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടോളാം എന്ന് നമ്മളാണ് ആ ധൈര്യം കൊടുക്കുന്നത്. പണ്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് ഒത്തിരി ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. സെൽഫ്ലെസ് ആയി ഭാവിച്ചാൽ മാത്രം അംഗീകാരം കിട്ടുന്ന ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷെ അതിനുശേഷം പുള്ളി കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും അതൊന്ന് ഷുഗർ കോട്ട് ചെയ്ത് തമാശ രൂപേണ അവതരിപ്പിക്കാൻ തുടങ്ങി. ഗ്രാജ്വലി പുള്ളിയുടെ ഹേറ്റേഴ്സും കുറഞ്ഞു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓഡിയൻസിന് ആക്ടേഴ്സിന് ടാലൻ്റ് ഉണ്ടായാൽ മാത്രം പോരാ, അവർ ഹമ്പിൾ ആവണം, ഡൗൺ ടു എർത്ത് ആവണം, വിനയ കുനി ആ സാധനം ആവണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ അവർ ലൈക്കബിൾ ആവുള്ളൂ. ലൈക്കബിൾ ആണെങ്കിൽ അവർക്ക് ഹേറ്റേഴ്സ് കുറയും, ഫാൻസ് കൂടും. ഫാൻസ് കൂടിയാൽ അവർക്ക് സ്റ്റാർഡം കൂടും, കൂടെ മാർക്കറ്റും കൂടും. ഇങ്ങനെ ലൈക്കബിൾ ആക്കാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിനും അവരുടെ കൂടെ ഒരു PR ടീം ഉണ്ടാവും. നമ്മുടെ നായകന്മാർ എവിടെ എങ്ങനെ സംസാരിക്കണമെന്നും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ഈ PR ടീമാണ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആക്ടേഴ്സിന് അവരുടെ സ്വന്തം ക്യാരക്ടറും പേഴ്സണാലിറ്റിയും മറച്ചു വെച്ച് പുറത്ത് അഭിനയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത് മലയാള സിനിമയിൽ മാത്രമുള്ളൊരു കാര്യമല്ല, വേൾഡ് വൈഡ് ഇത് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മലയാള സിനിമയിൽ കമ്പാരിറ്റീവ്ലി ഈ പരിപാടി കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തെലുങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കാലി വീണ് എളിമയും കുലീനതയൊക്കെ കാണിക്കുന്നത് കാണാം. ഇനി ജയറാമിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ ഒരു എറയിലുണ്ടായിരുന്ന നായകന്മാർക്ക് PR ടീം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ഓൾമോസ്റ്റ് സെൽഫ് PR ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. തൻ്റെ തൊട്ട് നേരെ നിൽക്കുന്ന ഓഡിയൻസിൻ്റെ ലൈക്കബിലിറ്റി നേടുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം പുള്ളി ഓരോ ഇൻ്റർവ്യൂവിലും ഉത്തരം കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഉത്തരങ്ങളെല്ലാം റെക്കോർഡഡ് ആണെന്നും ഒരിക്കലും ഇതെല്ലാം ബാക്ക് ഫയർ ചെയ്യുമെന്നും പുള്ളി പ്രതീക്ഷിച്ച് കാണില്ല. അതിന് കാരണം പുള്ളി ബാക്കിയുള്ള നായകന്മാരെ പോലെ അപ്ഡേറ്റഡ് ആവാത്തത് കൊണ്ടാണ്. ഈ ലൈക്കബിലിറ്റിയുടെ കാര്യത്തിൽ റീസെൻ്റ് ആയിട്ട് തമിഴ് സിനിമയിൽ വന്ന എക്സാമ്പിളാണ് വിജയും തൃശയും. ഉயிருக்கு உயிரா பாய் ஃப்ரெண்ட் கேர்ள் ஃப்ரெண்ட். ஆனா விஜய் பாவம், அவருக்கு ஒரே உண்மை காதல் த்ரிஷா. பட் த்ரிஷாக்கு பல காதல் இருக்கு. விஜய்க்கு தெரிஞ்சும் இருக்கு, விஜய்க்கு தெரியாமலும் இருக்கு. விஜய் அசிங்கமா ஏமாற்றப்படுகிறார் த்ரிஷாவால். இதுதான் சங்கீதா எடுத்து 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 சொல்லிட்டு இருந்தா. நம்மளை கட்டிக்கிட்டா நல்லா இருக்கும் தளபதி, ஒரு ஃபேனை கட்டிக்கிட்டோம் பெட்டர். சங்கீதாக்கு அந்த டொமஸ்டிக் வயலன்ஸா தோணிருக்கு. 2-3 வாட்டி ஆயிடுச்சா நான் கிளம்புறேன்ட்டு பசங்களை கூட்டிட்டு. ആ സംഭവത്തിന് ശേഷം തൃശക്ക് നല്ല രീതിയിൽ ഹേറ്റേഴ്സ് വളർന്നെങ്കിലും വിജയ്ക്ക് കാര്യമായ തട്ടുകേടുകളൊന്നും വന്നിട്ടില്ല. അതിന് കാരണം വിജയ് തൃശയേക്കാൾ കൂടുതൽ ലൈക്കബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇൻ കൺക്ലൂഷൻ, നമ്മുടെ നായകന്മാർ ഇങ്ങനെ അഭിനയിക്കാനുള്ള മെയിൻ കാരണങ്ങളിൽ ഒന്ന് ഓഡിയൻസ് ഇങ്ങനെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇവര് വളരെ കഷ്ടപ്പെട്ട്, ശ്രദ്ധിക്കണം, വളരെ കഷ്ടപ്പെട്ട് നന്മ നിറഞ്ഞവരായി അഭിനയിച്ച് അവർക്ക് ലൈക്കബിൾ ആവണമെങ്കിൽ ടാലൻറ്റ് മാത്രം പോരാ, അവർ ഹമ്പിൾ ആവണം, ഡൗൺ ടു എർത്ത് ആവണം, ഹ്യൂമർ സെൻസ് ഉണ്ടായിരിക്കണം, പിന്നെ കുറച്ച് ചാരിറ്റി പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ ഗോഡ് മോഡ്. ഞാനിവിടെ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷേ ഞാനിവിടെ പറഞ്ഞ സത്യങ്ങളൊന്നും നിങ്ങൾ പ്രേക്ഷകർ വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ കേൾക്കും, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ കാണും. ഇഷ്ടം, ലൈക്കബിലിറ്റി. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ലൈക്കബിലിറ്റി ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തികളെക്കാൾ വളരെ താഴെയായതുകൊണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞാൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ ദാറ്റ് വാസ് ദ വീഡിയോ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.